ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബെഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പുതിയതാണ്, കടയിൽ നിന്ന് വാങ്ങാനൊക്കെ കിട്ടും. ഇതിന് റേറ്റ് 1350 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് സിംഗിൾ ബെഡിൻ്റെ ആണ്. അപ്പം നമുക്ക് ഇനി ഇത് തയ്ക്കാനായിട്ട് തുടങ്ങും. ഇനി നമുക്ക് ഈ ബെഡിൻ്റെ മെഷർമെൻ്റ് എടുക്കണം. ഇതിൻ്റെ നീളം 37 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, വീതി വരുന്നത് 72 സെൻറ്റിമീറ്റർ. അപ്പം ആ രീതിയിൽ ഇതിൻ്റെ ബെഡ് കവറൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കോട്ടൺ ഫാബ്രിക് ഉപയോഗിച്ചാണ് നമ്മൾ ബെഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് മെഷീൻ സ്റ്റിച്ചാണ്. 37 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 ഇഞ്ച് കൂടി കൂട്ടി ആണ് അളവെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ കട്ട് ചെയ്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്ത് ഒന്നെങ്കിൽ കുറഞ്ഞു പോയാലത് വിചാരിച്ച് പിന്നെ ഈ ഒരു ഫാബ്രിക് വന്നത് ഉണ്ട്. ഈ ബെഡിൻ്റെ താഴത്താണ് ഈ ഒരു ഫാബ്രിക് വന്നത്. ഇതും സെയിം അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ബെഡിൻ്റെ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ നീളം വന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ 1 ഇഞ്ച് കൂടിയും കൂട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് വീതി അതിൻ്റെ സെയിം, ആ ബെഡിൻ്റെ സെയിം തന്നെയാണ്. 4 എണ്ണമായിട്ടാണ് അത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്കിത് 4 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം എംബ്രോയിഡറി ചേർത്ത് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം ഈ 4 പീസുകൾ. അപ്പോൾ ഇത് ചെയ്യുന്നത് സാധാ തയ്യൽ മെഷീൻ തന്നെയുണ്ടോ, എൻ്റെ സിംഗിൾ മെഷീനാണ്. അപ്പോൾ ഈ മെഷീനിലൊക്കെ തന്നെയാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത്. നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് തന്നെ ഈ ബെഡൊക്കെ തയ്ച്ചെടുക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിബ് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കിയാൽ പെട്ടെന്ന് ബെഡ് കയറ്റാവുന്നതാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. എന്നിട്ട് നമുക്കിത് ബെഡ് ഷീറ്റൊക്കെ എടുത്ത് കഴുകുന്ന പോലെ കഴുകിയെടുക്കാമല്ലോ. അങ്ങനെ 2 സൈഡും ഇതുപോലെ സിബ് വെച്ച് അടിച്ചിട്ടുണ്ട്. അങ്ങനെ 4 പീസും ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഇനി നമ്മളിത് ഈ നല്ല ഷീറ്റും ഈ ഫാബ്രിക്കും ഒരുമിച്ചിട്ടിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ സെബിൻ്റെ നല്ല വശവും ഫാബ്രിക്കിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരെ എത്തിരിക്കുകയാണ് സ്റ്റിച്ച് ചെയ്ത്. ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ഇതുപോലെ പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 4 പീസും സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെയാണ് നമ്മുടെ ബെഡ് കവർ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അടിയിലും നല്ല ഫാബ്രിക് വെച്ചിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ബെഡ് കവർ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ ആ ഫോം ഷീറ്റ് വെക്കണത് വീഡിയോ കിട്ടിയില്ല. അത് ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഇട്ടത്. അതുകൊണ്ട് വളരെ പടാർന്നിടാനായിട്ട് സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അതുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. ഇത് നമുക്ക് സിബ് തുറന്നതിന് ശേഷം നമുക്ക് ആ സ്പോഞ്ചിൻ്റെ ഫോം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് അത് ഇങ്ങനെയാണ് നമ്മുടെ ബെഡ് കിട്ടുന്നത്. നിങ്ങൾക്കും ബെഡ് ഇതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.